അങ്ങനെ ഏകദേശം 1 വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് കോഴിക്കോട് എൻ്റെ ചെവിയുടെ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഡോക്ടർ കാണാൻ ഇത്രയും ഗ്യാപ്പ് വന്നത് പ്രഗ്നൻസി കാരണമാണ്. കാരണം ആ ടൈമിലൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് കൊണ്ട് 7 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇറങ്ങിയപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടോളൊക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയൊക്കെ വരുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ആമി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് ചായ കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം മുതൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മസാല ദോശ നിർബന്ധമാണ്. ഇപ്പോൾ അധികം ദൂരമല്ലേ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. 9 മണിക്ക് എത്താൻ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് 10 മണിക്കാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് സർജറി കഴിഞ്ഞവർക്കുള്ള കൺസൾട്ടേഷൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ അധികം തിരക്കുണ്ട്. ഇന്ന് നമുക്ക് ഹിയറിംഗ് ടെസ്റ്റും ചെയ്യാണ്ട് അതേപോലെ തന്നെ എൻഡോസ്കോപ്പിയും ചെയ്യാണ്ട്. അതിനിടയ്ക്ക് അലമ്പായ ആദ്യ കുട്ടിനെയും കൊണ്ട് ആമി ഇങ്ങനെ നടക്കുന്നുണ്ട്. എൻഡോസ്കോപ്പി ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹിയറിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അപ്പോൾ സർജറി കഴിഞ്ഞ് നമ്മൾ കിടന്ന റൂമൊക്കെ ഞാൻ ആമിക്കൊന്ന് കാണിച്ചു കൊടുത്തതാണ്. എൻ്റെ ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ ഉള്ളിൽ, രണ്ടാമത്തെ കഴിഞ്ഞിട്ട് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ പഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തേന് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ നേരിട്ട് ഹിയറിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 1 മണിയാകുമ്പോഴേക്കും നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ടെസ്റ്റിലൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ കേൾവി അത് പോയിട്ടുമുണ്ട്. അല്ല, അത് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മളോട് സർജറിയുടെ മുന്നേ തന്നെ പറഞ്ഞതായിരുന്നു. ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല വെച്ചാൽ അടുത്ത വർഷം വന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.